സേവന രംഗത്തൊക്കെ ഈ ഗവൺമെന്റിനേക്കാൾ മുന്നേ ലീഗ് ഉണ്ട്, പക്ഷെ സമരത്തിന് അത്ര സജീവമല്ല എന്നുള്ളൊരു ആരോപണം. അത് നിങ്ങളെ വ്യാഖ്യാനാണ്. ആളെ പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സംഘടനാപരമായിട്ട് പോകുമ്പോൾ നിങ്ങൾ വ്യാഖ്യാനം ഓരോരോ കഥകൾ പോസ്റ്റർ അടിച്ച് നിങ്ങൾ തന്നെ ഇറക്കുക, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ഇറക്കിപ്പിക്കുക, എന്തിനാ അത് ക്യാൻസൽ ചെയ്തു പറയുക. അങ്ങനെയൊക്കെ നിങ്ങൾ കഥകളുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല. ലീഗ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടി. അതാണ് ഞാൻ വയനാട് ദുരന്തത്തിൻ്റെ കാര്യം പറഞ്ഞത്. വയനാട് ദുരന്തം നടന്നിട്ട് 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഞാനവിടെ എത്തി. ഞങ്ങൾ അവിടുത്തെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് അവിടുന്ന് മടങ്ങിയിട്ടുള്ളൂ. ഞങ്ങളെ പ്രവർത്തകന്മാരും മനസ്സിലായില്ലേ, മടങ്ങിയിട്ടുള്ളൂ. അതിനാണ് പാർട്ടി വടകര കാഫിർ പ്രയോഗവുമായി അവർ വന്നു, ഈ മുന്നണി വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദുഷ്പരിണകൾ തോൽപ്പിച്ച് കൈ കൊടുക്കുകയാണ്. അതാണ് പാർട്ടി, അതാണ് പ്രതികരണം. അപ്പോൾ ആ പ്രതികരണത്തിൽ ആ സംഘടനാപരമായ കെട്ടുറപ്പിൽ സിസ്റ്റമാറ്റിക് പോകുന്നതിൽ ഞങ്ങൾ ഒരിക്കലും നിന്നിട്ടില്ല. അൻവർ അദ്ദേഹത്തിൻ്റെ നയം പറയട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളപ്പം പറഞ്ഞു അത് അൻവർ എന്താ പറയുന്നത് നോക്കട്ടെ എന്ന്. അൻവർ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ ഈ LDFനെ സംബന്ധിക്കുന്ന ഭരണകക്ഷി MLA ഭരണത്തിൻ്റെ കുറ്റങ്ങളാണ് പറയുന്നത് എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അതിനോട് പ്രതികരിച്ചു. ഇപ്പോൾ പാർട്ടി രൂപീകരിച്ചു, ഞങ്ങൾ അതിനോട് പ്രതികരിക്കാൻ പോണു. അങ്ങനെ അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കും, എതിർക്കേണ്ടതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്, അച്ചടക്കമുണ്ട് പാർട്ടിക്ക്. ആ അച്ചടക്കം അനുസരിച്ച് പാർട്ടി ജനകീയ പ്രശ്നങ്ങൾ ഒരു ഇഞ്ച് പുറകോട്ട് നിൽക്കില്ല. ആവശ്യമായപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നലെ സംസാരിച്ചു, ഇന്നും സംസാരിച്ചു. ഈ വൈകുന്നേരം സംസാരിക്കാം. അന്ന് വൈകുന്നേരം എന്താണ് ഒരു പരിപാടിയുള്ളത് നമ്മളെ? കൊടിഞ്ഞിയിൽ ഉണ്ട്. ഞങ്ങളൊക്കെ കർമ്മരംഗത്ത് തന്നെയാണ്. അതിനെപ്പറ്റി സംശയിക്കണ്ട. മലപ്പുറത്തിന്റെ ചാനലിലാണല്ലോ അവർക്കറിയാലോ. പിന്നെ ഏത് വിഷയത്തിലാണ് ഈ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് UDF അഡ്രസ് ചെയ്യാത്തത്? ഏത് വിഷയത്തിലാണ് സമരം ചെയ്യാത്തത്? ഒറ്റ വിഷയം ഒരു വിഷയം, ഇന്ന വിഷയത്തിൽ മുസ്ലിം ലീഗ് സമരം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഈ +1 വേണ്ടിയിട്ടുള്ള എത്ര സമരം ഞങ്ങൾ നടത്തി. അതിനുശേഷം ഈ സുജിത്ദാസിനെതിരായിട്ടുള്ള എത്ര സമരം ഞങ്ങൾ നടത്തി. ഏത് വിഷയം, ഇലക്ട്രിസിറ്റി ചാർജ് പറഞ്ഞത്, ഇങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏത് വിഷയത്തിലാണ് മുസ്ലിം ലീഗ് അഡ്രസ്സ് ചെയ്യാത്തത്, സമരം ചെയ്യാത്തത്? പിന്നെ വെറുതെ ഇങ്ങനെ പറയാതെ ഇതൊക്കെ നിങ്ങൾ കാണുന്ന ആൾക്കാരല്ലേ, ചെറിയ സമരമല്ല. അതെ, ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഞങ്ങൾ ഒരു വിഷയങ്ങളും മറക്കാറില്ല. അതിൻ്റെ ന്യായത്തിൽ അതിൻ്റെ അവസാനം വരുമ്പോൾ ഷുക്കൂർ കേസ് വന്നു. അന്ന് എന്തെല്ലാം കഥകളുണ്ടാകും. ആ കേസ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തി. ആ കേസിനെ സംബന്ധിച്ച് ഷുക്കൂറിന്റെ മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം അബദ്ധമല്ല. PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കണം. PV അൻവറിന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങളത് UDF ചർച്ച ചെയ്യും. അതിന്റെ പ്രതിഫലനങ്ങൾ എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം.